ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. ഈ യേശു എന്ന് പറഞ്ഞാൽ ഉടനെ ക്രിസ്ത്യാനി എന്നല്ല കേട്ടോ ഓർക്കേണ്ടത്. യേശു എന്ന് പറഞ്ഞ വചനാണ്. ഈ വചനം പാലിക്കുമ്പോൾ മാത്രം നമുക്ക് ലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ക്യാരക്ടർ മാറും. ഞാൻ മാറുക. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നിങ്ങളൊക്കെ നന്നായിട്ട് ഒരാത്മാവിനെ നേടുന്നവൻ അനുഗ്രഹം കിട്ടും. ഞാൻ യേശുവിൻ്റെ അടുത്തിട്ട് ചെന്നാലേ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ വചനം പാലിച്ച് എൻ്റെ പഴയ ജഡസ്വഭാവത്തെ മരിപ്പിച്ചില്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ക്യാരക്ടർ മാറുക എന്നുള്ളതാണ് യേശുവിൻ്റെ ലക്ഷ്യം. യേശുവിൻ്റെ ക്യാരക്ടറിലേക്ക് ആക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളിലുള്ള പ്രവൃത്തി. നമ്മളെ യേശുവിൻ്റെ ആ സൗമ്യതയും താഴായ്മയും എപ്പോഴും ഞാനെപ്പോഴും ഓർക്കും യേശുപ്പനെ. ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാകുന്നു. കാരണം നമ്മുടെ ചുമട് നമ്മുടെ ഇതൊക്കെ ഭയങ്കര ഹാർഡാണ്. അതൊക്കെ യേശു അമ്പരാൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ചുമട് എന്നിലേക്ക് സമർപ്പിച്ചോളാൻ. നീ എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനുണ്ട് നിന്നോടുകൂടെ, ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇങ്ങനെ പറയാൻ ആരോ ഉള്ളത്? ആ യേശുബ്രാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. എനിക്ക് മാനസാന്തരം കിട്ടണം വചനം വായിക്കുമ്പോൾ കേട്ടോ സന്തോഷം. എന്നെ അത് കാരണം അപ്പടി അങ്ങനെ കാണിക്കണം. ഞാൻ നന്നാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മത്തായി 6:14. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ, ഇപ്പോൾ മനുഷ്യരോട് എനിക്കുള്ള വിരോധങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അപ്പം മറ്റുള്ളവർ നമ്മളോട് ചെയ്തൊക്കെ ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഇന്ന് ക്ഷമ കിട്ടി നമുക്ക് അനുഗ്രഹത്തിൻ്റെ പെരുമഴ ഒഴുകുള്ളൂ കേട്ടോ. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൃപ കിട്ടണമെങ്കിൽ നമ്മൾ വചനം പാലിക്കണം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ കൃപ കിട്ടണത് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ നന്നായാൽ ആത്മാവിനെ നേടുന്ന ആ ഗുണവും കിരീടമൊക്കെ കിട്ടും. പക്ഷേ അത് മേടിക്കണമെങ്കിൽ ഞാൻ അവിടെ ചെല്ലണ്ടേ. അപ്പം ഞാൻ നന്നാകണം. നിങ്ങളതിനും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടല്ലാണ്ട് ഒരു മനുഷ്യന് നന്നാകാൻ പറ്റൂല. നമ്മുടെ ജഡസ്വഭാവത്തെ മരിപ്പിക്കാനും ഈ യേശുബ്രാൻ പറഞ്ഞേക്കണം വചനമൊക്കെ പാലിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മളീ വന്നാൽ മാത്രമേ നമ്മളീ നല്ല കാര്യം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മിടുക്ക സാമർത്ഥ്യം കൊണ്ട് നന്മ ചെയ്തൊന്നും പറ്റില്ല. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നീതിയുള്ളവരാകട്ടെ. അപ്പോൾ എല്ലാവരെയും ശംബ്രാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് മുടിയുടെ ആട്ടോ. ഇപ്പം ഞാനിനി ഈ മാസാവസാനം ഞാൻ എൻ്റെ മുടി ചെയ്യും. അപ്പോൾ 1 വർഷത്തോളം ആകൂട്ടെ എൻ്റെ മുടി ചെയ്തിട്ട്. അപ്പം ഞാൻ ഓർക്കുക, ഞാൻ എൻ്റെ മുടി കഴുകുമ്പോൾ ഈ മുടിയൊക്കെ ഈ കളർ ചെയ്ത മുടി ചകിരി പോലെ ആയിട്ടിരിക്കണേ. അതാണ് കളറിങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ ഒരു ബ്ലീച്ചിൻ്റെ ഒരു ഇത് ഇട്ട അല്ലെങ്കിൽ കളർ ഇത്രയും വരില്ല. അപ്പോൾ നമുക്കിടെ മുടിക്ക് ഭയങ്കര കംപ്ലൈൻറ്റുകൾ കളർ ചെയ്യുമ്പോൾ വരും. ഇങ്ങനത്തെ കളറിന് ഏറ്റവും പ്രശ്നങ്ങൾ. കളറുകൾക്ക് ബ്ലാക്ക് കളറിന് അത്രയും പ്രോബ്ലം വരില്ല. കാരണം അതിൻ്റെ ഡെവലപ്പർ അത്രയും സ്ട്രോങ് വേണ്ട. ഡെവലപ്പർ 20% ഡെവലപ്പർ ഇട്ടാൽ മതി. മറ്റേതിന് 30-40 ഒക്കെ ഇടുമ്പോഴാണ് എന്ന് വെച്ചാൽ ബ്ലീച്ചിൻ്റെ അംശം കൂടിയാലേ നമുക്കിങ്ങനെ കളറുകൾ വരുള്ളൂ. അപ്പം നമ്മൾ മുടിയിലേക്ക് എല്ലാവരും കളറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ താഴെ വെട്ടിക്കളയാൻ ഇത്രയും വെച്ചങ്ങ് വെട്ടണം. പെട്ടെന്ന് നീണ്ടോളും ലെങ്തൊക്കെ. ഒരു 70, അപ്പം നിങ്ങൾ ഓർക്കൂല എൻ്റെ പ്രായം 70 വയസ്സാകുമ്പോൾ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഇങ്ങനെ ആട്ടണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പറ്റില്ല. ഞാനിങ്ങനെ എൻ്റെ മുടി വെട്ടി എനിക്ക് ലെയർ അടിക്കാൻ ഫെദർ അടിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ അപ്പനൊരു പ്രത്യേക സ്വഭാവമാണ്. എൻ്റെ മുടി വെട്ടിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൈവമേ പാവം എൻ്റെ ചാച്ചൻ മരിച്ചു കഴിഞ്ഞാട്ടോ മുടി വെട്ടിയത്, ഇങ്ങനെ ലെയറൊക്കെ ആക്കിയത്. എന്തോരം ആൾക്കാരെന്നെ ചീത്ത പറഞ്ഞു. കരകര എനിക്ക് അറിഞ്ഞുകൂടാ. അടിച്ചില്ലെന്നുള്ളൂ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ വെട്ടി എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാവരും പേടിയാണ്. അപ്പോൾ അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് കരാട്ടിൻ. എല്ലാവരും ചോദിക്കും ബോട്ടോസിന് എനിക്ക് ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടാഞ്ഞിട്ട് നമ്മൾ നാനോപ്ലാസ്റ്റി ആയിട്ട് തന്നെ. നാനോപ്ലാസ്റ്റിയേക്കാളും നല്ല റിസൾട്ട് വന്നിട്ടാണ് നമ്മൾ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയും ബയോട്ടാനിസ് അതിൻ്റെ പ്രൊഡക്റ്റിന് ഏറ്റവും വില. നമ്മൾ പക്ഷേ ആ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത സെയിം റേറ്റുകൾ തന്നെയാണ് മേടിക്കുള്ളൂ. എടുക്കണ ക്രീമിൻ്റെ അളവിനനുസരിച്ചാട്ടോ റേറ്റ് മേടിക്കണേ. അപ്പോൾ ഈ ഡ്രൈ ഹെയർ ഭയങ്കര ഫ്രിസി ഡ്രൈയാണ് മിക്കവരുടെ ഹെയർ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിലും ഈ ചകിരി പോലെ മുടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചകിരി പോലെ നമ്മുടെ ഉള്ള്. അപ്പോൾ നല്ല ഇങ്ങനെ മുട്ട, ചീര, നല്ല ഫുഡുകൾ കഴിക്കുക. ഈ മീന്, ചോറ് എല്ലാം കഴിക്കുക. ചോറധികം കഴിക്കരുതെന്നല്ലേ പറയണേ.
അപ്പോൾ നല്ല ആരോഗ്യത്തിനുള്ള ഫുഡ് കഴിക്കുക, മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, D3 മസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ D3 ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യണം. പിന്നെ എന്നതാ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടാലോ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, പൗലോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നാണ് ബർത്ത്ഡേ പൗലോൻ്റെ. അപ്പോൾ പൗലോ കുട്ടന് ഇങ്ങനെ June 7 ബർത്ത്ഡേ. പൗലോൻ്റെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ ആഴ്ച നടത്തി, എല്ലാവർക്കും സൗകര്യം കഴിഞ്ഞ ആഴ്ച എന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിടാത്തത് ബർത്ത്ഡേ വരാണ്ടെങ്കിൽ അതിന് മുമ്പേ ആഘോഷിക്കണമായിരുന്നേ. അപ്പോൾ ചുമ്മാ ഇടുന്നതാട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു എല്ലാ വർഷവും ഭയങ്കര ആഘോഷമാണോ? ഇല്ല, ചുമ്മാ ഒരു കുടുംബത്തിൻ്റെ കുഞ്ഞുവിൻ്റെ വീട്ടുകാർ വരും, കുഞ്ഞുവിൻ്റെ ചേച്ചിയും കുഞ്ഞുവിൻ്റെ അപ്പനും അമ്മയും, അത്രയേ ഉള്ളൂ, ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരും, പിന്നെ ഞാനും ഹസ്ബൻഡും. അപ്പുക്കുട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഫുഡും യേശുവിൻ്റെ കൃപയാൽ അവർ ഹോട്ടൽ ഫീൽഡിൽ ഉള്ളവരായത് കാരണം ഫുഡും ഞാൻ ഉണ്ടാക്കണ്ട. അവർ കുറേ ഐറ്റം കൊണ്ടുപോകും. ഞാനും ഏതാണ്ട് പൈനാപ്പിൾ പായസം ഉണ്ടാക്കി, പിന്നെ എന്നതാ ഏതാണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ കപ്പയിറച്ചിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, അന്നേരം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കേക്ക് അതൊക്കെയാണ് ഞാൻ മേടിച്ചുള്ളൂ. കുഞ്ഞുവിൻ്റെ ചേച്ചി അതിമനോഹരമായിട്ട് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് നല്ല ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കാരക്കുന്നത്ത് പോയി. അത് ഞാൻ ഈ മറ്റേ വേറെ വീഡിയോയിൽ പറയണ വേറെ ഒന്നുമല്ല, പിള്ളേരെ എപ്പോഴും കൊണ്ടുപോവുക. നമുക്ക് അവരെ കാണുമ്പോഴാണ് നമ്മളെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചേക്കണേന്ന് ഓർക്കുക. അതുകൂടാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അനാഥരല്ല, നമ്മളുള്ളപ്പോൾ അനാഥരല്ല, നമുക്ക് തന്നത് അവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകണം, അവരുടെ കൂടെ നടക്കുക. കാരണം അവർ ദൈവത്തിൻ്റെ ചങ്കുകളാണ്. അപ്പോൾ അവരുടെ കൂടെ നടക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രിയം തോന്നും, പ്രസാദം തോന്നും, ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കണ്ടാലോ. ശരി എന്നാൽ. ഈ മുടി കണ്ടോ, ഭയങ്കര ഫ്രിസി ആട്ടോ. നേരത്തെ നമ്മുടെ അടുത്ത് ചെയ്തതാണേ, ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ കരാട്ടിനാട്ടോ ഇത്തവണ നമ്മൾ ചെയ്യണത്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അതിമനോഹരമാകണ കാഴ്ച കാണാൻ. അഞ്ജുവിൻ്റെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കരാട്ടിന് ഈ തവണ തന്നെയാണോ അതോ കഴിഞ്ഞ തവണയൊക്കെ കരാട്ടിനാണോ? ഈ തവണ കരാട്ടിന് ആദ്യമായിട്ട് ചെയ്തത് അല്ലേ? എന്നിട്ട് ഹെയർ റിലാക്സിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ മുടിയൊന്ന് കാണാം കേട്ടോ. ഈ തവണ ഇപ്പോൾ കരാട്ടിൻ ചെയ്ത് വിട്ടെ. ഇപ്പോൾ എല്ലാവരും കരാട്ടിനല്ലേ ചെയ്യണേ. അപ്പോൾ കരാട്ടിനാകട്ടെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ റീ അടിച്ചിട്ട് 1.5 വർഷമായി ഇപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ ഈ അടിയിലുള്ളത് പണ്ടത്തെ മുടിയാണ്. ഇപ്പോൾ ഇത്രയും ഞാൻ വെട്ടിക്കളഞ്ഞു, വാല് പോലെ കിടന്നേ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടോ. ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടോ. മേളിലൊക്കെ ഇവിടെ എത്രയേ ഇടാം, നല്ല തിക്നെസ്സായി ആളുടെ മുടി. അപ്പോൾ ഇപ്പോൾ 3 ഇത് 4ാമത്തെ തവണയല്ലേ? ഇത് 4ാമത്തെ തവണ നമ്മുടെ ഇത് കരാട്ടിനാണ് ഇപ്പോൾ ചെയ്തേക്കണേ. 4ാമത്തെ തവണ ചെയ്തേക്കണേ. വേണ്ടോ ആ മുടി ഇങ്ങനെ അങ്ങ് നമുക്ക് പിന്നെ ആഫ്റ്റർ കെയറൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇനി 2 ദിവസം കഴിയുമ്പോഴത്തേനും ഒരാഴ്ച അടുത്ത കഴിക്കാകുമ്പോഴത്തേനും ഇങ്ങനെ നല്ല പൊങ്ങിയൊക്കെ എൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ ഒരു 2 ആഴ്ച കഴിയണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് ഉടനെ വീഡിയോ പിടിക്കുന്നതാണ്. അപ്പോൾ 2 ആഴ്ചയിലാണ് ഹെയർ ഇങ്ങനെ നമുക്ക് തന്നെ സെറ്റായിട്ട് ഭയങ്കര രസമായിട്ട് പോകണത്. ഇതിനൊന്നും പിന്നെ വലിയ ഹോട്ടൽ വരാത്ത ഇതാട്ടോ. ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല പരപ്പൊക്കെ ഉണ്ട്, അത് കാരണം ഒട്ടൂല. എൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒട്ടണത് ഇത് കണ്ടു. ഇത് നന്നായിട്ട് പൊക്കിയെടുത്തായിരുന്നു ചെയ്യണം, ഒതുക്കി ഒട്ടാണ്ട് വേണ്ട. ഇനി ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കരാട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ഒഴുകി കിടക്കും. നമുക്ക് സിറം വേണ്ട. കരാട്ടൻ ചെയ്താൽ അത്ര സോഫ്റ്റ് ആകും, സിറം ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ എങ്ങനെയുണ്ട് മുടി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? കൊച്ചിപ്പോൾ 4 ട്രിപ്പായി ചെയ്യണം. ഇത് ചെയ്തവരെല്ലാം എപ്പോഴും ചെയ്തിടും. അപ്പം നമുക്ക് പിന്നെ തലമുടിനെ പറ്റി ചിന്തിക്കണ്ട, എങ്ങോട്ടില്ല ഇറങ്ങി ഉറങ്ങി ഒരു ഡ്രസ്സ് എടുത്തിട്ടാൽ മതി. അപ്പം പിന്നെ നമുക്ക് എല്ലാം കണ്ണെഴുതി ഒന്ന് ലിസ്റ്റിക്ക് വിട്ടാൽ എല്ലാം. അപ്പം മുടി ഒന്നുകൂടെ കണ്ടോട്ടോ, ബാക്കിൽ നിന്ന് ഒന്നുകൂടെ കണ്ടോ. കണ്ടോ കരാട്ടിൻ ചെയ്ത് ഇങ്ങനെ അങ്ങ് കിടക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങ് കിടന്നോളൂ. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഇതൊക്കെ കഴിച്ചപ്പോഴത്തേ കണ്ടോ ആ തിക്നെസ് ഇവിടെ വള്ളി പോലെ കിടന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. ഇവിടുത്തെ ഉള്ളോറവ് ഇത് ഇത്രയൊക്കെയാണ്. പിന്നെ വളർന്നു വന്ന മുടികൾ അതൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുടി ചെയ്താൽ തിക്നെസ്സും കൂടി. ഇതെല്ലാം ചിലത് പറയും മുടി ചെയ്താൽ പോകുന്ന. നേരെ തിരിച്ച് എൻ്റെ മുടിയൊക്കെ ഉദാഹരണം, എനിക്ക് പ്രായം ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ 33 പറഞ്ഞാൽ എനിക്ക് ഒറിജിനൽ പ്രായം എനിക്ക് ഓർമ്മയില്ല. എനിക്കിപ്പോഴും ഡ്രയർ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ എൻ്റെ മുടി ഉണങ്ങോൾ കഴിയാൽ. അപ്പോൾ അത്രയും തിക്നെസ് ഉണ്ട്. അപ്പോൾ ഈ തിക്നെസ് താങ്ങാനുള്ള ശേഷി എനിക്കുള്ളൂ. എല്ലാവരും എന്നെ കാണുന്നവർ പറയും അയ്യോ പണ്ടത്തോറും മുടിയാർന്ന. അന്നത്തെ മുടി എനിക്ക് എൻ്റെ മുടി കൊഴിഞ്ഞ് ഞാൻ ഓർക്കണം. കൊഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ സിംഗോവൈറ്റ് അല്ലെങ്കിൽ ബയോട്ടിനൊക്കെ കഴിക്കും. അപ്പോൾ പിന്നെ മുട്ട ഞാൻ ഡെയിലി ഇങ്ങനെ തീറ്റയല്ല. അപ്പോൾ എനിക്ക് മുടിയൊന്നും ഊരൂല.
അപ്പോൾ നിങ്ങൾ മുടി വളരാൻ മുട്ട കഴിക്കുക, ബയോട്ടിൻ, സിങ്കോവൈറ്റ്, പിന്നെ D3 ഇടയ്ക്ക് നോക്കണം. D3 കുറവായ എല്ലാം വണ്ണം വയ്ക്കും, നമുക്ക് അപ്പടി അസുഖങ്ങളാകും. അപ്പോൾ D3 നോക്കണം. അപ്പോൾ ഇത് മുടി ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് വരിക. ചെയ്തേക്കുന്നത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. അത് നല്ല റിസൾട്ട് തന്നെ. കരാട്ടിൻ്റെ പേരാട്ടോ, ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യട്ടോ. ഈ മോള് കരാട്ടിനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ പലതുമൊക്കെ ചെയ്ത് ഭയങ്കര ഫ്രസ്സിയാട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കരാട്ടൻ ചെയ്ത് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യുന്നവരുടെ മുടി ഇരട്ടിയായിട്ട് ഉണ്ടായില്ലേ. പിന്നെ എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ പറയണതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. മുടിക്ക് ആഗ്രഹമുള്ളവർ ഞാൻ പറയണ പോലെ ഒന്ന് കേക്ക്. അപ്പോൾ നമുക്ക് മുടി ഉണ്ടായില്ലേ പിന്നെ എൻ്റെ അടുത്തിട്ടേ വരണ്ട. നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം. നിങ്ങൾ കരാട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോൾ കരാട്ടിൻ്റെ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. കരാട്ടിനൊക്കെ ഒത്തിരി കുറഞ്ഞ ക്വാളിറ്റിയുടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും മുടിക്ക് ഭയങ്കര ഫ്രഷ്നെസ്സാണ്. എല്ലാവരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലമൊക്കെ ആയിരിക്കും. നമുക്ക് നഖം പൊട്ടൽ, മുടി ഇത് കാൽസ്യത്തിൻ്റെയും ഒത്തിരി വിറ്റാമിൻ ഡെഫിഷ്യൻസിയുടെയും ഒക്കെ പ്രോബ്ലം വരുമല്ലോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച കാണാൻ നിങ്ങൾ നോക്കിയിരിക്കട്ടോ, അടിപൊളിയാകണത്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്ക ഇങ്ങനെ ഭയങ്കര ഡ്രൈയും ഫ്രസ്സി ഹെയറും ആട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു കളറൊക്കെ ഏതിൻ്റെ ചെയ്യണമെന്ന്. സാധാരണ ഈ ലോ ക്ലാസ് കളർ ചെയ്താൽ ഇങ്ങനെ ഫ്രസ്സി ആയി പോകും. അപ്പോൾ ഈ കൊച്ചു ലോറിയിലാണ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഇപ്പോൾ D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. D3യുടെ റിസൾട്ട് എന്നെ ആയാലും എനിക്ക് തോന്നുന്നില്ല D3 ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു D3 കുറവാന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൂടെ ഇങ്ങനെ കാശ് കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞാൽ സാധനം വെച്ചോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കൂടെ. അപ്പോൾ D3 കുറയുമ്പോഴാണ് ഇങ്ങനെ വൈറ്റ് ഹെയർ വരും, ഭയങ്കര ഡ്രൈ ആവും, മുടി അപ്പടി പോകും. മുടി തന്നെയല്ല മൊത്തം ഇടപാട് ചെയ്തോട്ടോ. നിങ്ങൾ ആരെയും D3 ടെസ്റ്റ് ചെയ്യണേ മാത്രം നിങ്ങൾ പൈസ പിടിച്ചിരിക്കൊണ്ടിരിക്കരുത് കേട്ടോ. എൻ്റെ ജീവിതത്തെ പറ്റി അബദ്ധമാട്ടോ. വൈറ്റ് ഹെയർ ഒന്ന് പല്ല് പോയി കംപ്ലീറ്റ് കംപ്ലൈൻറ്റ്. രാവിലെ ഒന്നും എഴുന്നേക്കാൻ പറ്റില്ല നമുക്ക് D3 കുറയുമ്പോൾ. അപ്പോൾ നമ്മൾ D3 അത് കുറയുമ്പോൾ കഴിക്കുമ്പോൾ ഓക്കെ ആവും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അത് ചിലർ മിക്കവർക്കും അങ്ങനെയാണ്. നമുക്ക് തന്നെയല്ല മിക്കവർക്കും D3 കുറവാണ്. അപ്പോൾ ചെയ്ത് ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഗ്ലോബൽ കളറിങ് ആയി. പക്ഷേ ഫ്രണ്ട് ഇച്ചിരി ബ്ലാക്ക് അടിക്കാൻ ഞാൻ പറഞ്ഞു. ഈ കളർ ഫ്രണ്ടിലും ഉണ്ട്. അപ്പം മുഖം കാണിക്കണില്ല, അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ മുടിയോട് ചേർന്ന് ഈ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. നമുക്കൊരു ഈ വേറൊരു ലുക്ക് ഈ രസമില്ല. അപ്പം ഇവിടെ മാത്രം ഞാനൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് മോഡലായി കളർ ഇഷ്ടമാണ്, കോപ്പർ കളർ. അപ്പോൾ ഒരു ഗ്ലോബൽ കളറിങ് ആവും. ഇവിടെ മാത്രം അങ്ങ് ബ്ലാക്ക് ലോറിയലിൻ്റെ ബ്ലാക്ക് അടിച്ചാൽ മതി. ഡാർക്ക് ബ്രൗൺ ഇട്ടതിൻ്റെയാണ് ഇത്രയും ബ്രൗൺ ഷെയ്ഡ് വന്നേക്കണേ. അപ്പോൾ വേറെ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. മുടിക്ക് മൊത്തം കളറുണ്ട്. സ്റ്റാർട്ടിങ് മാത്രം ഇയർച്ച കളർ ചെയ്താൽ മതി എന്നുള്ളത്. ഇവിടെയൊക്കെ എനിക്ക് കളർ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ മുടി നിങ്ങൾ കരാട്ടിൻ, ഒത്തിരി പേരുടെ കരാട്ടിൻ ചെയ്യുന്നുണ്ട്. കരാട്ടിൻ ഏതാണെന്ന് ചോദിച്ചിട്ടാണ് പാർലറിൽ കയറി ഇരിക്കാവുള്ളൂ. നിങ്ങൾ എന്നിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്ക്. നമ്മൾ ചെയ്തേക്കുന്ന കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ് ചെയ്യണേ. നിങ്ങൾ ഗൂഗിളിൽ അത് അടിച്ച് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്ക്. നല്ല ഗുഡ് റിസൾട്ടാണ്. ഇനി ആഫ്റ്റർ കെയർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് ഇതിൻ്റെ റിസൾട്ട് നിലനിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണേ. പിന്നെ ഇടയ്ക്ക് മൾട്ടിവിറ്റാമിൻ, ഇങ്ങനെ ബയോട്ടിൻ, സിങ്കോവൈറ്റ്, മുട്ട കഴിക്കണം, ഇലക്കറി കഴിക്കണം. അതൊക്കെ ആരോഗ്യമാട്ടോ ഏറ്റവും വലിയ അസറ്റ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസറ്റ് നിങ്ങളുടെ ആരോഗ്യമാട്ടോ. ഒക്കെ എപ്പോഴും ഓർക്കണം. അപ്പോൾ ശരി, നമ്മുടെ ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് വായോ. ഈ ഹെയർ മേക്ക് വന്നാട്ടോ. ഇതിങ്ങനെ പിരിപിരിന്നുള്ള സൈസ് മുടിയാണ്, ഫ്രസ്സി ആയിട്ട് ചുണ്ടികളുണ്ട്. ഇത് ആശാത്തി തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. ഇത് എപ്പോഴും D3 കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റേതാണ്, വലിയ പ്രായമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും പറയും പ്രായം, അയ്യോ പ്രായമായില്ലേ. പണ്ടൊക്കെ 55 വയസ്സിലാണ് വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലാണ്ട് ഇങ്ങനെ അതാണ് പ്രായം. വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണ പ്രായം 55 വയസ്സാണ്. 60-65 വയസ്സാകുമ്പോഴാണ് നര ശരിക്കും ആകുള്ളൂ. ഇപ്പം 30 വയസ്സ് 25 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം D3 നോക്കണം. അപ്പം ഞാൻ ചോദിച്ചു D3 നോക്കിയാണെന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു പിള്ളേർക്ക് ഇതിനൊക്കെ കുറവാണ്. അപ്പം കഴിക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. D3 കുറവിൻ്റെയാണ് ഈ ഇങ്ങനെ വൈറ്റ് ഹെയർ ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങളെ മുടി ചെയ്യാൻ പോവുക. ഇത് അയൺ ചെയ്തിട്ടേക്കണേ കേട്ടോ. മൊത്തത്തിൽ നല്ല ഫ്രസ്സി ഹെയറാണ്. നമ്മളിപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യണേ. കരാട്ടിൻ ചെയ്ത് ആഫ്റ്റർ കെയറും ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീഅടിച്ചാൽ മതി. എൻ്റെയൊക്കെ റീഅടിക്കാറായിട്ടോ. ഏറ്റവും പ്രശ്നം ഈ ഫ്രണ്ട് കളർ ചെയ്യണേ, അവിടെ മാത്രം പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ
ഇച്ചിരി ഇന്ന് ആഴ്ച മാസം ഇത്ര എൻ്റെ ഇപ്പം ചെയ്യാറായി മാസം ഇത്ര 2 പ്രാവശ്യം കളർ ചെയ്യണ്ടേ. ഈ അങ്ങനെ ഒരു കെമിക്കൽ ഇത് വന്നാൽ ഇവിടെ മാത്രം ഒരു 5-8 മാസം ആകുമ്പോഴത്തേനും ചീത്തയാവുള്ളൂ. അപ്പോൾ എല്ലാ പുറത്തുനിന്നുള്ളവരും ഇങ്ങനെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ അപ്പോൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. മുടി പനങ്ങല പോലെ ആയിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും അപ്ഡേഷനായിട്ട് കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഈ കളർ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇതിന് ശരിക്കും ഭയങ്കര നല്ല ഓളിയുള്ള മുടിയാണ്. ആ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഓളിയും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നല്ല പാടുക ചെയ്യാൻ, നല്ല ഫ്രഷ്. ഇങ്ങനെ ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെ കുറവ് ഒന്നും പറ്റിയില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിടെ ആ ഫ്രഷ്നെസ് മുടിയിൽ നിന്ന് പാടെ മാറും. കാരണം എൻ്റെ മുടി ഒത്തിരി ഫ്രഷ് ഭയങ്കര ഡ്രൈ ആകും. എണ്ണ ഇങ്ങനെ വെച്ച താഴുവാണ്. എൻ്റെ ഈ ആഫ്റ്റർ കെയറിൽ കുളിച്ചാൽ ഞാൻ അതിൻ്റെ ഡ്രൈനെസ് മാറ്റിയത്. അപ്പോൾ ഈ മുടിക്കൊന്നും കുഴപ്പമുള്ള മുടിയല്ല, തിക്നെസ് ഉള്ള മുടിയാണ്. അപ്പോൾ ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടിരിക്കും. നല്ല ഭയങ്കര ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ മോൻ കാണിക്കൂല. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇതിലൂടെ കാണാം. അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവർ പോലെ ഇപ്പം ചെയ്തേക്കുന്ന കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് കാരണം നമ്മൾ നാനോപ്ലാസ്റ്റി ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കരാട്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കരാട്ടിൻ്റെ പല ഭേദങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതിൻ്റെ ഇതാണ് ഇപ്പം നിലവിൽ. എല്ലാം ബ്രാൻഡഡായിട്ട് കരാട്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളൂരെന്നൊക്കെ പറയണം. കരാട്ടിന് എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്ത് ഇടുക. നമുക്ക് ആ മുടി തന്നെ ചെയ്യാതെ നമുക്ക് തലയ്ക്ക് പകുതി ഇങ്ങനെ ഭാരം കുറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ. അപ്പോൾ പിന്നെ ഫേഷ്യൽ ഇതിലൊക്കെ ഈ മാസം 31 തീയതി മാർച്ച് 31 വരെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക. ശരിയല്ലോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to Happy birthday to you, happy birthday to you. Wishing you many fruitful years ahead, more blessings this year. May this new year bring you peace and cheer. May your life be filled with happiness and cheer. May your birthday wishes all come true, and your heart be filled with love in you. Happy birthday to you, happy birthday to you. Wishing you many